ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് മഹാവ്രതം എന്നറിയപ്പെടുന്ന ശിവരാത്രി വ്രതം. ഈ അനുഷ്ഠാനത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ദാമ്പത്യ ജീവിതം ഭദ്രമാകുന്നതിനും ഈ വ്രതം മഹത്തായി കാണുന്നു. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം. ശിവരാത്രി വ്രതത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം പാനം ചെയ്തു മഹാദേവൻ. ആ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കുവാൻ വേണ്ടി പാർവ്വദേവി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കുവാൻ വിഷ്ണു ഭഗവാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തത്രേ. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവ്വതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃശിവായ എന്ന് ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. ആരോഗ്യമുള്ളവർക്ക് പൂർണ്ണ ഉപവാസമാകാം. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കുന്നത് നല്ലതാണ്. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും ധാര കഴിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഈ ദിവസം പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല. ഈ രാത്രിയിൽ ധ്യാനത്തിലും ശിവകീർത്തനങ്ങളിലും മുഴുകേണ്ടതാണ്. നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ മംഗളകാരനായ ശിവനെ വന്ദിക്കുന്നു എന്നാണ്. ഇതിലെ 5 അക്ഷരങ്ങൾ, അതാണ് പഞ്ചാക്ഷരങ്ങൾ. അത് പഞ്ചഭൂതങ്ങളെ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ന ഭൂമി, മ ജലം, ശി അഗ്നി, വാ വായു, യ ആകാശം എന്നിവയാൽ നിർമ്മിതമായ ശരീരത്തെ ശിവന് സമർപ്പിക്കുന്നു എന്നാണ് തത്വം. ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിക്കുന്നത് അത്യുത്തമമാണ്. ഇതിനെ പാരണ എന്നറിയപ്പെടുന്നു. അല്പം മലര് കഴിക്കുന്നതും നല്ലതാണ്. വ്രതം നോക്കിയപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ശിവഭഗവാനോട് അപേക്ഷിക്കുകയും വേണം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന ഈ ശ്ലോകം ജപിക്കാവുന്നതാണ്. അതിനുശേഷമേ പതിവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഓം നമഃശിവായ.